വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മീനസ് മലയാളം വ്ലോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വെജിറ്റബിൾ പിസ്സയല്ല, കാരണം നമ്മൾ സോസേജ് ചേർക്കുന്നുണ്ട്. അത് ചേർക്കാതെ വെജിറ്റബിൾ പിസ്സ ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ, നമുക്ക് പിസ്സയുടെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ആദ്യം ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാല്, പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ചൂട് വേണം. ആ പാൽ നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞ് ഈസ്റ്റൊക്കെ മുകളിൽ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് വലിയ കപ്പിന് 1 കപ്പ് മൈദ. ഞാനിവിടെ 3 മീഡിയം സൈസ് പിസ്സയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് എടുത്തേക്കുന്നത്. ഓക്കെ, സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ ചെറിയൊരു ബൗളിന് 1 ബൗൾ ഓയിൽ. ഓക്കെ, അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വെള്ളത്തിൻ്റെ അംശം കുറവാന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്, പാല് ചേർത്ത് കുഴച്ചെടുക്കാം. ഓക്കെ, അത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കുഴച്ചതുപോലെ ഈ ഒരു ഇതിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള സോസേജ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സോസേജിന് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വച്ച ശേഷം നമ്മളിതൊരു പാനിൽ വറുത്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്കൊരു പാനിൽ വറുത്തെടുക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച്, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആ സോസേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. വളരെ നൈസായിട്ടാണ് നമ്മൾ കട്ടി കുറച്ചാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 സൈഡും ഒരു റെഡ് കളറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. പിസ്സയുടെ ബേസിനുള്ള കണ്ട നല്ല പൊങ്ങി നന്നായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുത്ത ശേഷം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 3 പിസ്സയാണ് ഉള്ള മാവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പം ഒരെണ്ണം മതിയെങ്കിൽ അതനുസരിച്ച് അളവ് കുറച്ചോണം, മൈദയുടെയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും. ഓക്കെ, അപ്പോൾ അതായപ്പം ഞാൻ ആദ്യത്തെ പിസ്സയുടെ മാവെടുത്തു. നമുക്ക് അറിയാലോ എന്തോരം കട്ടി വേണം, നമ്മുടെ പാൻ്റെ അളവൊക്കെ അനുസരിച്ചിട്ട് മാവെടുക്കുക. നമ്മൾ ഇത് പരത്തുമ്പം കുറച്ച് മൈദ ഇതിൻ്റെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒന്ന് ഒത്തിപ്പിടിക്കാതിരിക്കും. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയെക്കാളും കുറച്ചുകൂടി കട്ടിക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് ഞാൻ ഇത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് നമുക്ക് മറിച്ച 2 സൈഡിലേക്ക് മറിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും റെഡ് കളർ വന്നു തുടങ്ങും. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ഇതൊന്നൊന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. എന്നിട്ട് റെഡ് കളർ വന്നു തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അടിഭാഗം ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. നമ്മളത് മുകളിൽ വെജിറ്റബിൾസും ചീസൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ സമയം കൊണ്ട് ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി പിസ്സ നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ചെയ്യണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊസറല്ല ചീസ്, പിന്നെ വെജിറ്റബിൾസ്, ടൊമാറ്റോ, നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കയ്യിലുള്ള ചേർക്കാം. പിസ്സയ്ക്ക് നമ്മൾ സാധാരണ ആഡ് ചെയ്യാറുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഇപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് റെഡ് കളർ, റെഡും ഗ്രീനും ക്യാപ്സിക്കം. ഓക്കെ, അതാണ്. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സോസേജ് അതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ ഇതാ നമ്മുടെ പിസ്സയുടെ ഏകദേശം ലുക്കായിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് 2 കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുമ്പ് ഞാനൊന്ന് ഫ്ലെയിം സ്റ്റൗ ഓൺ ചെയ്ത് ശേഷം നമുക്കിത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോയും
അത് രണ്ടും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിന് ഒറിജിനൽ പിസ്സയുടെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് രണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് നമ്മളെ ചതച്ച മുളക് അല്ലേ, റെഡ് ചില്ലി. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ജസ്റ്റ് ഒരു നുള്ളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ പിസ്സ അതാ ഏകദേശം ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ റെഡിയാണ്. ഓൾറെഡി ഇത് കുക്കാണ്, അതിൻ്റെ ബേസൊക്കെ കുക്കായിരിക്കണം. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാത്രം 5 മിനിറ്റ്സ് അടച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി പിസ്സ റെഡിയാണ്. അപ്പോൾ നമുക്ക് വെളിയിൽ പോയി കഴിക്കാനും കുട്ടികളെയും കൊണ്ട് പോകാനൊന്നും പറ്റില്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് വീട്ടിൽ തന്നെ വളരെ ഈസിയായും ടേസ്റ്റിയായും പിസ്സ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് ഈ പിസ്സയ്ക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയായി കാണാം. അതുവരെ